TJ വിനോദ്. സർ, വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ജനുവരി മാസം 1-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും എല്ലാം വന്ന് K-സ്മാർട്ട് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ മന്ത്രിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള കൊച്ചിയിലെ അവസ്ഥ വളരെ ദയനീയമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു 72 സേവനങ്ങൾ ഈ K-സ്മാർട്ടിലൂടെ ലഭ്യമാകുന്നു. നഗരത്തിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന സേവനങ്ങൾ പോലും ലഭ്യമാകാത്ത ഒരവസ്ഥയാണ് നിൽക്കുന്നത്. അടിയന്തരമായി മന്ത്രി അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമാണ്. കാരണം നഗരത്തിലെ അസസ്മെന്റ് രജിസ്റ്റർ പ്രകാരമുള്ള എല്ലാ കെട്ടിടങ്ങളും ഡാറ്റ എൻട്രി പൂർത്തീകരിച്ചിട്ടുണ്ടോ? കെട്ടിടങ്ങളുടെ ഡാറ്റ എൻട്രി പൂർത്തീകരിക്കാതെ ഈ ഗവേണൻസ് നടപ്പാക്കാൻ കഴിയുമോ? ഇല്ലെങ്കിൽ ഭാഗികമായി ഓഫ്ലൈൻ സംവിധാനം ഏർപ്പെടുത്താൻ ഗവൺമെന്റ് തയ്യാറാകുമോ? ഇതാണ് എൻ്റെ ചോദ്യം. അദ്ദേഹം പറഞ്ഞ ദയനീയമായ സാഹചര്യമൊന്നുമില്ല. അത് അദ്ദേഹം അതിശയോക്തിപരമായിട്ട് പറഞ്ഞതാണ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ 2016 വസ്തുനികുതി പരിഷ്കരണ പ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കി ഡിജിറ്റൽ സൈൻ ചെയ്ത കെട്ടിടങ്ങളുടെ വിവരങ്ങളാണ് K-സ്മാർട്ടിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. ഈ വസ്തുനികുതി പരിഷ്കരണം പൂർത്തിയാക്കാൻ വിട്ടുപോയിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അവയും നടപടികൾ പൂർത്തിയാക്കി K-സ്മാർട്ടിലേക്ക് മാറ്റാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് LDMS മൊഡ്യൂൾ വഴി. അപ്പോൾ ഈ വസ്തുനികുതി പരിഷ്കരണം പൂർത്തിയാക്കാത്ത കെട്ടിടങ്ങളുണ്ടെങ്കിൽ നടപടികൾ പൂർത്തിയാക്കി അവയും ഇതിൽ ഉൾപ്പെടുത്താം. അത്തരം ചില പ്രശ്നങ്ങളാണ് അവശേഷിക്കുന്നത്. ആ കാര്യം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, കെട്ടിടങ്ങളുടെ ഡാറ്റ എൻട്രി നടത്തേണ്ടത് അതാത് നഗരസഭകളാണ്. അപ്പോൾ ഡാറ്റ എൻട്രിയുടെ കാര്യത്തിൽ ഉണ്ടായ കാലതാമസത്തിൻ്റെ പേരിൽ K-സ്മാർട്ടാകെ പാളിപ്പോയി എന്നൊക്കെ പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ പ്രതീക്ഷയോടുകൂടിയാണ്. ആ പ്രതീക്ഷ ഇപ്പോൾ സഫലമായിരിക്കുന്നു വലിയൊരളവിൽ. ആ പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇത് ഏറ്റെടുക്കാൻ വരുന്നതും. ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ടാണ്, ഏകീകൃത സംവിധാനമായിട്ടാണ് ഇത് പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്.